ഇന്നേ ഞാൻ ഹ്യൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെൻറ്ററിൽ വന്നേക്കുവാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. ഹ്യൂസ്റ്റൺ ഡൗൺ ടൗണിൽ നിന്ന് സ്പേസ് സെൻറ്ററിലേക്ക് വരാനായിട്ട് കാറിൽ ഏകദേശം 30 മിനിറ്റ് എടുക്കും. എൻ്റെ വളരെ നാളായിട്ടുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. ഇവിടെ സന്ദർശിക്കാനുള്ള ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കഴിയും. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോണതാണ് എപ്പോഴും നല്ലത്. 1992 സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റൺ പൊതുജനങ്ങൾക്കായി തുറന്നത്. നാസയുടെ ഈ ജോൺസൺ സ്പേസ് സെൻറ്റർ പബ്ലിക്കിനായി തുറന്നതോടുകൂടി ബഹിരാകാശ യാത്രികർ പരിശീലനം നേടുന്നതും മനുഷ്യർക്ക് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു. ആദ്യം സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റൻ്റെ ഒരു ചെറിയ ചരിത്രം പറയട്ടെ. 1957 സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുടനിക് വിക്ഷേപിച്ചതിനെ തുടർന്ന് അമേരിക്ക ബഹിരാകാശ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി 1958 ജൂലൈ 29 നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ എന്ന ബഹിരാകാശ ഏജൻസി അമേരിക്ക സ്ഥാപിച്ചു. 1958 ഒക്ടോബർ 1 നാസ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ നാസ നിരവധി ചരിത്ര നേട്ടങ്ങൾ കൈവരിച്ചു. ആദ്യ അമേരിക്കൻ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കുകയും അപ്പോളോ പദ്ധതിയിലൂടെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുകയും സ്പേസ് ഷട്ടിൽ പദ്ധതികൾ നടപ്പിലാക്കുകയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ഈ സ്പേസ് സെൻറ്ററിൻ്റെ മെയിൻ ബിൽഡിങ്ങിനുള്ളിൽ സ്റ്റാർഷിപ്പ് ഗാലറി, ബഹിരാകാശ യാത്രികരുടെ ഉപയോഗിച്ച വസ്തുക്കൾ, ചന്ദ്രനിൽ നിന്നുള്ള ശിലകൾ, ചൊവ്വ പരീക്ഷണ പ്രദർശനങ്ങൾ, മനുഷ്യരെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന നാസയുടെ ആർടെമിസ് പദ്ധതിയെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ തുടങ്ങി നിരവധി ആകർഷണങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ 4 പ്രധാന ഇൻഡോർ വിഭാഗങ്ങളുണ്ട്: ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ആർട്ടിമസ്, മിഷൻ മാർസ്, സ്റ്റാർഷിപ്പ് ഗാലറി. ഇനി സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റൻ്റെ പ്രധാന മ്യൂസിയത്തിലേക്ക് നമുക്ക് പോകാം. ഭൂമിക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച യഥാർത്ഥ ബഹിരാകാശ വാഹനങ്ങൾ ഇവിടെ നമുക്ക് കാണാം. മെർക്കുറി, ജെമിനി, അപ്പോളോ പദ്ധതികളിൽ ഉപയോഗിച്ച ക്യാപ്സ്യൂളുകളും ഇതിൽ ഉൾപ്പെടുന്നു. Yeah, look. Touch the moon. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് സ്റ്റാർഷിപ്പ് ഗാലറി. വില മതിക്കാനാവാത്ത ചന്ദ്രനിൽ നിന്നുള്ള പാറകളും മെറ്റലുകളും മറ്റനേകം വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ചന്ദ്രനിൽ നിന്നുള്ള കല്ലുകൾ തൊടാനായിട്ടുള്ള അവസരവും നാസ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ.
സ്കൈലാബിൻ്റെ റിപ്ലിക്കയാണ്. അമേരിക്കയുടെ ഫസ്റ്റ് സ്പേസ് സ്റ്റേഷനാണിത്. 1973 നാസ ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ സ്കൈലാബ് 1979 ജൂലൈ 11 ഭൂരിഭാഗവും അന്തരീക്ഷത്തിൽ വെച്ച് കത്തിയെരിഞ്ഞു. ബാക്കി ഇന്ത്യൻ ഓഷനിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുമായി തകർന്നു വീണു. സ്കൈലാബിൻ്റെ ആ ഒരു ഏരിയ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയത് ഇൻഡിപെൻഡൻസ് പ്ലാസയിലേക്കാണ്. സ്പേസ് സെൻറ്റർ ഹ്യൂസ്റ്റണിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രദർശനങ്ങളിൽ ഒന്നാണ് ഇൻഡിപെൻഡൻസ് പ്ലാസ. ഇവിടെ ഇൻഡിപെൻഡൻസ് എന്ന സ്പേസ് ഷട്ടിലിൻ്റെ റിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സ്പേസ് ഷട്ടിലുകൾ അമേരിക്കയിലുടനീളം കൊണ്ടുപോകാൻ ഉപയോഗിച്ച റിയൽ നാസ 905 ഷട്ടിൽ കരിയർ എയർക്രാഫ്റ്റായ പരിഷ്കരിച്ച ബോയിങ് 747 വിമാനത്തിൻ്റെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടം ലോകത്തിലെ തന്നെ ഒരു സ്പേസ് ഷട്ടിലിനെയും അതിനെ വഹിച്ച വിമാനത്തിൻ്റെയും അകത്ത് ഒരുമിച്ച് പ്രവേശിക്കാനാകുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് ജോൺസൺ സ്പേസ് സെൻറ്റർ. ഇവിടെ നമുക്ക് ഷട്ടിലിൻ്റെ ഫ്ലൈറ്റ് ഡെക്ക് കാണാം. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ബഹിരാകാശ യാത്രികർ ഷട്ടിൽ നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഷട്ടിലിൻ്റെ മിഡ് ഡെക്ക് അഥവാ ലിവിങ് ഏരിയയിൽ അവർ ബഹിരാകാശത്ത് എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. കൂടാതെ പെലോഡ് ബേയിലൂടെ നടന്നുകൊണ്ട് ബഹിരാകാശത്തിലുള്ള വിവിധ ദൗത്യങ്ങൾ അവർ ചെയ്തിരുന്നതും അതിനവരുപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സും മറ്റെല്ലാ വസ്തുക്കളും നമുക്കവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും കേട്ടോ. അതുപോലെ തന്നെ സന്ദർശകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് നാസ ട്രാം ടൂർ എന്ന് പറയുന്നത്. ഈ യാത്ര നമ്മളെ യഥാർത്ഥ ജോൺസൺ സ്പേസ് സെൻറ്റർ ക്യാമ്പസിലേക്ക് കൊണ്ടുപോകും. അവിടെയുള്ള എല്ലാവരും കാണിച്ചു തരും. അവിടെ നമുക്ക് ബഹിരാകാശ യാത്രികരുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലബോറട്ടറികൾ, അതുപോലെ തന്നെ നാസയുടെ മറ്റ് പ്രധാനപ്പെട്ട സ്പേസ് കൺട്രോൾ സ്റ്റേഷൻസ് എല്ലാവരും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നാം റോക്കറ്റ് പാർക്കിലേക്ക് എത്തുകയാണ്. ലോകത്ത് അവശേഷിക്കുന്ന 3 സാറ്റേൺ വി റോക്കറ്റുകളിൽ ഒന്നാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. 363 ഫീറ്റ് നീളമുള്ള ഈ ഭീമൻ റോക്കറ്റ് അപ്പോളോ ചന്ദ്ര ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. പുറത്ത് നിരവധി റോക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും യഥാർത്ഥ ഹൈലൈറ്റ് അകത്താണ്. അകത്തേക്ക് കടക്കുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് സാറ്റേൺ വി റോക്കറ്റാണ്. ഇതുവരെ പറന്നതിൽ ഏറ്റവും ഉയരവും ശക്തിയുമുള്ള റോക്കറ്റാണിത്. ലോകത്ത് പൊതുജനങ്ങൾക്ക് കാണാനായി പ്രദർശിപ്പിച്ചിരിക്കുന്ന 3 സാറ്റേൺ വി റോക്കറ്റുകളിൽ ഒന്നാണിത്. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാഴ്ചകളിൽ ഒന്നാണിത്. 1960കളുടെ അവസാനത്തിലും 1970കളുടെ തുടക്കത്തിലും പ്രവർത്തിച്ചിരുന്ന ഈ റോക്കറ്റുകളാണ് എല്ലാ അപ്പോളോ ചന്ദ്ര ദൗത്യങ്ങൾക്കും ഉപയോഗിച്ചത്. അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ നിലയമായ സ്കൈലാബിനെ ഭ്രമണപഥത്തിലെത്തിക്കാനും ഇതേ റോക്കറ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. എൻ്റെ ഒരേയൊരു ഇഷ്യൂ സമയം പരിമിതമാണ് എന്നുള്ളതാണ്. അതിനാൽ കാണാനുള്ളത് മുഴുവനും സ്പേസ് സെൻറ്ററിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഈ ഭീമൻ റോക്കറ്റിൻ്റെ അരികിലൂടെ നടക്കുമ്പോൾ അപ്പോളോ കാലഘട്ടത്തിലെ എൻജിനീയറിങ്ങിൻ്റെ മികവും അതിൻ്റെ വലിപ്പവും അവർ ചെയ്തിട്ടുള്ള ലോകത്തിനു വേണ്ടി അവർ നൽകിയിട്ടുള്ള സംഭാവനകളും എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി അപ്പോളോ 13 പോലുള്ള ദൗത്യങ്ങളെ ആദരിക്കുന്ന പ്രദർശനങ്ങളും നമുക്ക് കാണാം. ടൂറിൻ്റെ അവസാനം എൻ്റെ ചെറുപ്പകാലത്തെ ഹീറോ ആയ നീൽ ആംസ്ട്രോങ്ങിനോട് ബൈ പറഞ്ഞ് സ്പേസ് സെൻറ്ററിൽ നിന്നും ഞാൻ ഇറങ്ങി. വലിയ ഒരു ആഗ്രഹം നടത്തിത്തന്ന എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്